നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. കൈ കുറവായിട്ടില്ല, ചെറുതായിട്ട് കൂടെ ഒന്ന് കരിയാനുണ്ട്. അതാണ് കെട്ടങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ ഇന്ന് ആദ്യത്തെ അതിഥി തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അണിയൂർ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഒരുപാട് പാമ്പ് അതിഥികളുടെ കോൾ വന്നൊരു സ്ഥലമാണ്. കാരണം ഇത് ഇങ്ങോട്ടുള്ള പറമ്പുകളൊക്കെ ഡെവലപ്പായി വരുന്നു, പുഞ്ചപ്പാടൊക്കെ മണ്ണടിച്ച് ഡെവലപ്പാക്കി എടുക്കുന്നു. അപ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ട് സാധനങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യമില്ല, എല്ലാം അകത്തേക്ക് കയറി പോകുന്നൊരു സാഹചര്യത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ, ഒരു പണിയൊക്കെ കിടക്കുന്ന ഒരു വർക്ക്ഷോപ്പിനകത്ത് എന്തോ ഒരു സാധനം പുള്ളിക്കാരൻ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഷെഡിനകത്തോട്ട്, പുള്ളി ഷെഡൊക്കെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം, അതിനകത്തോട്ട് എന്തോ സാധനം എടുക്കാണ്ട് എന്ന് കയറിയപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞ് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് പോയി. കറുപ്പാണ്, പടം വെച്ചിരിക്കുന്നതിൻ്റെ അടിയിലേക്ക് ഇഴഞ്ഞ് കയറിയുന്നത്. കറുപ്പാണെന്നാണ് പറഞ്ഞപ്പോൾ മിക്കവാറും കറുത്തുള്ളത്. നമുക്കിവിടെ ചേര, നല്ല കറുപ്പില്ല, കറുപ്പിൽ ചേര. പിന്നെ കാട്ടുപാമ്പ് ഇവിടെ ധാരാളം ഉള്ളത്. ഇവിടെ ഒരുപാട് കാട്ടുപാമ്പിനെ എനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. നമസ്കാരം. എന്തുണ്ട്, സുഖമായിരിക്കുന്നല്ലോ? സുഖം. എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത്? അകത്തോട്ടാ? ഇതിനകത്ത് കയറി കണ്ടു. ആ സമയത്ത് ഓ, അവിടെ നിന്ന് കയറി ഇങ്ങനെ പോയല്ലേ? എങ്ങനെയാണ് പോയി? ഇവിടെ നിന്ന് കയറി പോകാനും സാധ്യതയുണ്ട്. തുറന്നു കിടക്കായിരുന്നു അല്ലേ? അടയ്ക്കത്തില്ല, വൈകിട്ട് പോകുമ്പോൾ മാത്രം അടയ്ക്കും, ക്ലോസ് ചെയ്യുമ്പോൾ. ഓഹോ, ഹാ. അപ്പോൾ എന്തായാലും അടിപൊളി. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ മുതലാളി. എന്താ പേര് ഇദ്ദേഹത്തിന്? ശ്രീകുമാർ. ഈ ഭാഗത്ത് വേറെ വല്ലതും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കോമ്പൗണ്ട്? ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2 ആഴ്ചക്ക് മുമ്പായിട്ട് ഒരു മൂർഖൻ്റെ പകുതി, അതായത് തല മുതൽ പകുതി വരെ ഉണ്ട്, ബാക്കി ബാക്കിലോട്ടുള്ള ഭാഗമൊന്നുമില്ല. കീരി കടിച്ചുകൊണ്ടിട്ട് കീരി തന്നെ അതിൻ്റെ അടുത്തിരിക്കും. നമ്മുടെ കോമ്പൗണ്ടില്ല, ഇതിനകത്ത് ഈ മാറ്റിൻ്റെ പുറത്ത്. എത്ര ദിവസമായി കാണും? 2 ആഴ്ചയായി കാണും. എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ഇവിടെ എവിടെ ഒരു വീട്ടിൽ തന്നെ 2 ആഴ്ചക്ക് മുന്നേ ഒരു കോൾ വിളിച്ചു. അവരുടെ വീടിനകത്ത് 2 എണ്ണം ഇണചേരും. ഇതിൻ്റെ മേളിലോട്ട് എവിടെയാണ്, പക്ഷേ വീട് തന്നെ എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഏതൊരു വീട്ടിൽ ഒരു ഹൈറ്റിലൊരു വീട് 2 എണ്ണം ഇണചേരുന്ന 2 ആഴ്ചയായി. ഇപ്പോൾ 2 ആഴ്ചയായി ഇത്. ഓ, ഇതിപ്പോൾ എന്ത് ഇങ്ങനെ ഒന്ന് കയറി പോയി. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ ഈ മാറ്റിൻ്റെ പുറത്ത് 2 ആഴ്ചക്ക് മുന്നേ ഒരു മൂർഖനെ എന്തോ കടിച്ചിട്ട്, എന്തോ കീരി ഉണ്ടായിരുന്നു അടുത്ത്, കടിച്ച് കൊന്നിട്ട് പകുതി ഉണ്ടായിരുന്നു. തല മുതൽ പകുതി ഉണ്ടായിരുന്നു, പകുതി തിന്നു, ബാക്കി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് ആളായി കാട്ടുപാമ്പിനെ കിട്ടിയിട്ട് കുറച്ചായി, ശങ്കുവരനെ കിട്ടിയിട്ട് കുറച്ചായി. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല, പുറപ്പണിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് പുറത്തുനിന്ന് കയറി വരണാണ് വേണ്ടത്, അല്ലാതെ വേണ്ടത്? അകത്തെന്നാണ് ഞാൻ സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഫ്ലാഷ് ഉണ്ടായില്ലേ? ഓ, ഇതിനകത്ത് കണ്ട് ചെറിയ ഹോള് കാണുന്നുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്നത് ഈ ഹോള്? നേരത്തെ അധികം അങ്ങനെ ഹോളായിട്ടില്ലായിരുന്നു. വലിയ ഹോളല്ലേ? ഈ അടിപൊളി. അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു വലിയ ഹോള്, പാറയുടെ ആ മൂലയ്ക്ക് വലിയൊരു ഹോളുണ്ട്. വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് വെറും DR അടുക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ട ഇങ്ങനെ ഇഴഞ്ഞ് ഇവിടെ കയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിൽ കൂടെ ഒന്നും പോയിട്ടില്ലല്ലോ? പോയിട്ടില്ല. ഈ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ മാറിയിട്ടില്ല, തിരിച്ചിങ്ങോട്ടും പോയിട്ടില്ല. ഉറപ്പ്. ഞാനിതെല്ലാം ഇങ്ങോട്ട് വെച്ചോട്ടെ? ഇവിടെ വെച്ചാൽ പോരെ? വെളിയിൽ വെക്കേണ്ട, വെയിറ്റ് ഇല്ലല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഹോൾ അങ്ങ് അടയ്ക്കാം. ഹോള് അടച്ചില്ലെങ്കിൽ ഹോൾ എന്തായാലും അടച്ചേക്കാം. എന്തായാലും ഞാൻ ഹോളങ്ങ് അടച്ചു. ഇല്ലെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഏതെങ്കിലും അതിനകത്ത് ഇറങ്ങി പിന്നെ വലിയ പണിയാവും. അപ്പോൾ നമുക്കിവിടെ പുള്ളി പറയുന്നത് അത്ര വലിയ സൈസല്ല, എന്നാലും സൈസിന് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം, പുള്ളി ഇവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലം കൂടിയാണ്. നോക്കിക്കോളൂ, വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വിളക്ക് കത്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, എന്തായാലും അവർക്കറിയാം. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഈ ആരാധന നിലനിൽക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ പാമ്പതിയൊക്കെ സാധാരണ ഒരു വീട്ടിലും പറമ്പിലുമൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ വിളക്കെത്തിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നു. ഇനി വേണമെങ്കിൽ പുള്ളി വിളക്കെത്തിക്കുന്നതുകൊണ്ട് വന്നാണെന്ന് പുള്ളി ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുക. അതാണ് പുള്ളി വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ എന്തായാലും ഇറക്കി വിടുന്നില്ല, വന്നേ പറ്റുള്ളൂ, റൂമിനകത്താണെന്ന് പറഞ്ഞു.
അതിനകത്തില്ല. അതിനകത്തുമില്ല. വലിയൊരു കാലം. ഇതാ മൊബൈലിൻ്റെ ടോർച്ചിങ് തരാം, ഫ്ലാഷിങ് തരാമോ? എന്തായാലും നമ്മൾ പുള്ളി പറഞ്ഞ് ഈ സൈഡിൽ ഇങ്ങനെ വന്ന് കയറിയെന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ ഇത്രയും സാധനം മാറ്റി കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇത് 2 ബാറ്ററി മാത്രമേ ഉള്ളൂ. അതിനകത്ത് പിന്നെ ഗ്രൈൻഡറിൻ്റെ ഒരു പീസ് അതിനകത്ത് വേസ്റ്റ് എല്ലാം വരെ വെച്ചിരിക്കുന്നു. ഇവിടെ ഇല്ല. പിന്നെ ഉണ്ടെന്ന് ഹൈറ്റിൽ കയറാം. കാട്ടുപാമ്പാണെങ്കിൽ ചുമ്മാ കയറി ഇതിലെ കൂടി അങ്ങ് ഇറങ്ങും. ഇപ്പോൾ ചേരയാണെങ്കിലും ചുമ്മാ കയറി ഇതിലേക്ക് ഇറങ്ങും. പറ്റി പറയാൻ പറ്റില്ല. ചേരയാണെങ്കിലും കാട്ടുപാമ്പാണെങ്കിലും ഇത് ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഒറ്റ സ്ഥലമേ സംശയമുള്ള സ്ഥലമുള്ളൂ. നമുക്ക് നമ്മുടെ ഈ ഇതിൻ്റെ ഈ മൊബൈൽ അങ്ങ് വാങ്ങിച്ചോളൂ. നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ അടിവശവും ഒക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ഇതുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇവിടെ തലയിടാൻ നോക്കിക്കോണേ. ആ ഫ്ലാഷ് ഒന്ന് എടുത്തരൂ. മൊബൈലിൻ്റെ ഫ്ലാഷ് ഒന്ന് എടുത്തരൂ. അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കറുപ്പ് തന്നെയാണ്. അതാണ് പുള്ളി പറഞ്ഞ് കറുപ്പ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല. ഒരു കറുത്ത ഷെയ്ഡ് നമുക്ക് കാണാം. ഇവിടെ കാണാം, നമുക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കാണാൻ പറ്റും. എന്താണെന്ന് അറിയാം. നമുക്ക് ഫ്രിഡ്ജ് മാറ്റിയാൽ ഇത് ഫ്രിഡ്ജ് നീക്കിയാൽ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. കറുത്തൊരു ഷെയ്ഡ് മാത്രമേ കാണുന്നുള്ളൂ. അതിനിടയിൽ കാണാം നമുക്ക്. നോക്കുന്നുണ്ടേ. പുള്ളി പറഞ്ഞാൽ കറുപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ടൂൾസ് ഇരിക്കുന്നൊരു സാധനമാണ്. ഒരു ബോക്സാണ്. ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തള്ളി നീക്കാം. നമുക്കിവിടെ കാണാം. നോക്കിയുള്ളത് അപ്പുറ സൈഡിൽ കൂടെ കാണാം. കണ്ടോ? നമ്മൾ കറുത്ത കളർ. ആ പുള്ളി പറഞ്ഞ കറുപ്പിന് കറുത്ത ഇതാണ്ട് നല്ല കറുപ്പ്. വ്യക്തമല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് എന്തായാലും ആ ലൈറ്റിങ് തരാമോ? ലൈറ്റ് അടിപൊളി, സൂപ്പർ. മൂർഖൻ. പുള്ളി പറഞ്ഞ കാട്ടുപാമ്പ് അല്ല, മൂർഖൻ. കറുത്ത കളർ. സൂപ്പർ. എനിക്ക് 2 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് നമ്മുടെ വഞ്ചൂരിൽ നിന്ന് കിട്ടിയ കരിമൂർഖനെ സെയിം അതുപോലെ. പക്ഷെ അതല്ല, അതിൻ്റെ നടുവൊക്കെ പൊട്ടലായിരുന്നു. ഇത് നോക്കിയുള്ളൂ. അടിപൊളി. വന്നേ സൂപ്പർ, അടിപൊളി. നമ്മുടെ സത്യം പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇങ്ങനത്തെ അത് അപൂർവം കിട്ടിയിട്ടുണ്ട്. പലരും ബൈജു മാഷിനെയൊക്കെ വിളിച്ചപ്പോൾ കണ്ണൂരിൽ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ, നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ. നോക്കൂ.
പോളി. ഇതാ നോക്കില്ല, അതാ സൂപ്പർ, സൂപ്പർ പാത്തി വിടുന്നത്. സത്യം എന്തായാലും നമ്മൾ നന്നായിട്ട് നല്ല ആക്റ്റീവാണ് സൂപ്പറായിട്ട്. എന്തായാലും നമ്മൾ നോക്കിക്കൊള്ളുക. ഇതാ പോകുന്നത് ഉണ്ടല്ലോ. അടിപൊളി. കരിമൂർക്കൻ, ബ്ലാക്ക് കോബ്ര നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ കണ്ണൂരൊക്കെ കിട്ടിയായിട്ട് പലരും ബൈജു മാഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വർഷങ്ങൾക്ക് മുന്നെയാണ്. എനിക്ക് അന്ന് കിട്ടിയത് നല്ല ഇതേ സെയിം കറുപ്പായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുള്ളതെങ്കിൽ ഈ തലയിൽ ഈ ആ പുറകിൽ ആ ചിഹ്നമില്ലായിരുന്നു. പുറകിൽ ചിഹ്നം അകത്ത് ആ കണ്ണില്ലായിരുന്നു, രണ്ടുമില്ലായിരുന്നു അന്നത്തേൽ. പക്ഷേ ഇതിൽ അത് രണ്ടുമുണ്ട്. എന്തായാലും ബ്ലാക്ക് കോബ്ര കരിമൂർക്കൻ സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല ആക്റ്റീവാണ്, നോക്കിയിട്ട് നല്ല സൂപ്പർ ആക്റ്റീവ്, അടിപൊളി രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഫീമെയിലാണ്. പണ്ട് കറുത്ത് കരിമൂർക്കൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതായിട്ടൊരു എനിക്ക് 82 കാലഘട്ടങ്ങളൊക്കെ കണ്ടതായിട്ട് കിട്ടിയായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ പാലക്കാട് ബൈജു മാഷ് ഉൾപ്പെടെ. അപ്പോൾ ഷംഷുക്കായോ അവർക്ക് അങ്ങനെ പഴയ പാമ്പുപിടുത്തക്കാർക്കെല്ലാം അത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നാല് വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു കറുത്ത കരിമൂർക്കൻ അഥവാ ബ്ലാക്ക് കോബ്ര. നമുക്കറിയാം, നോക്ക് നല്ല സൂപ്പറായിട്ട് ഒരു രക്ഷയില്ല. നോക്കിയാൽ നല്ല സൈസല്ല, എന്നാലും എന്താ പറയുക, ഒരു നല്ല വീര്യത്തിൽ. എനിക്ക് തോന്നുന്നത് 2 ഓപ്ഷനുണ്ട്. ഒന്ന് ഇവിടെ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വണ്ടി വാഹനങ്ങളിലൊക്കെ ഇതിപ്പോൾ ഒരു വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പിനകത്ത് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലും വണ്ടികളിൽ വന്നതുമാകും. പിന്നെ ഈ വഴിയിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇനി അങ്ങനെ ഏതെങ്കിലും വണ്ടിയിൽ വന്നതാവും. അന്ന് വഞ്ചൂരിൽ നിന്ന് കിട്ടിയത് അവിടുത്തെ വഞ്ചൂർ പോലീസിലെ സാറന്മാർ വിളിച്ചിട്ടാണ് അന്ന് അവിടുന്ന്. അത് മരത്തിൽ നിന്ന് വീഴുന്ന അവർ വീട്ടുകാർ കണ്ടു. മരത്തിൽ നിന്ന് മേളിൽ നിന്ന് താഴെ വീഴുന്ന ഒരു ബൈക്ക് പോയപ്പോഴാണ് എൻ്റെ മുന്നിൽ വീണത്. അന്ന് നടുവിൽ പൊട്ടലുണ്ടായിരുന്നു. അതിന് നടുവിൽ അത് എനിക്ക് തോന്നുന്നൊരു 5-6 മാസം എനിക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡെത്തായി. പിന്നെ 4 പൊട്ടലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. 4-5 പൊട്ടലുണ്ടാവും. മടങ്ങി ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ മടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ദേഹം ഇരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ആ സിമ്പൽ, ആ ഉഡിൽ ആ ചിഹ്നമില്ല, ഈ ചിഹ്നമില്ലായിരുന്നുണ്ടോ. ഇത് അടിയിൽ ചിഹ്നമുണ്ട്, മുകളിലും ചിഹ്നമുണ്ട്. നോക്കുക, നല്ല കറുപ്പ്. കണ്ണ് നോക്കൂ, കണ്ണ് നല്ല കറുപ്പ്. നമുക്കിനി യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടാനുള്ളത് ആൽബിനോ കോബ്ര. നമുക്ക് തനി ചുവന്ന കണ്ണുള്ള ആൽബിനോ കോബ്ര നമുക്ക് ഇതുവരെ കിട്ടിയില്ല. പക്ഷേ ഇത് നോക്കിയില്ല, കണ്ണ് നമ്മളെ സാധാരണ മൂർഖന്മാരുടെ കണ്ണ് പോലെയല്ല. ഇദ്ദേഹത്തിൻ്റെ കണ്ണിന് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പുഞ്ചപ്പാടമായിരുന്നു. ഇതെല്ലാം പണ്ടത്തെ കൃഷി സ്ഥലങ്ങളായിരുന്നു. അതൊക്കെ നികത്തി വീടൊക്കെ ആയി വന്ന സമയത്ത് പിന്നെ ഇവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ലാതായി. ഉള്ള സ്ഥലത്ത് മറ്റ് സ്ഥലങ്ങളിൽ മണ്ണ് കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ കരയിലേക്ക് കയറി. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഒരു അത്ഭുതമാണ്. ഇത് ഞാൻ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം വിശ്വാസമാണ്. അത് കരിനാഗത്തെയും വെള്ളിനാഗത്തെയും സ്വർണ്ണനാഗത്തെയൊക്കെ ഞാൻ ആരാധിക്കുന്നില്ല, അതിനെ മാത്രം ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പറയാതിരിക്കാൻ വയ്യ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ പാഠങ്ങൾ, എനിക്ക് ലൈവായി കാണാൻ പറ്റിയ പാഠങ്ങൾ, കടിയായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്വാസം മുട്ടൽ ഇത്ര സമയത്തിനിടയ്ക്ക് വരുന്നു, തലവേദന ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കണ്ണു നോക്കാൻ ഇത്ര മണിക്കകത്ത് മയങ്ങുന്നു, വയറ് ഇത്ര മണിക്കകത്ത് വേദന ഉണ്ടാകുന്നു, യൂറിൻ തടസ്സം ഉണ്ടാകുന്നു എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് കടി കിട്ടിയുകൊണ്ടാണ്. എൻ്റെ അനുഭവമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല, നമ്മുടെ നാട്ടിൽ ഇവയൊന്നും നശിച്ച് പോയിട്ടില്ല. എന്തായാലും അണിയൂർ പ്രിയപ്പെട്ട ശ്രീകുമാർ അവറുകളുടെ വർക്ക്ഷോപ്പിനകത്തുനിന്ന് നമുക്ക് പിടികൂടാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഏകദേശം 1 മീറ്ററിലുള്ള നീളം വരുന്ന ഏകദേശം 4 വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺ കരിമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.